നമസ്കാരം. നിങ്ങൾ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ അംഗമാണ് ആണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളെ വലിയ ഒരു ഭവിഷ്യത്ത് തന്നെ നമ്മൾ നേരിടേണ്ടി വരും. കഴിഞ്ഞ കുറേ നാളുകളെ ഞാൻ പോസ്റ്റ് ഇടുന്ന എൻ്റെ ഒരു സുഹൃത്ത് നോട്ട് അദ്ദേഹത്തിന്റെ അനുഭവം കുറിപ്പ് ഞാൻ അയക്കുകയാണ്. അതായത് ഇന്ന് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ കള്ളപ്പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ്. അതിന് മറ്റൊരു വശം എന്ന് വെച്ചാൽ മിക്കവാറും സ്വകാര്യ ആശുപത്രികളൊക്കെ തന്നെ നമ്മുടെ ഈ രാഷ്ട്രീയക്കാർക്ക് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അവരതിൽ ലാഭം പറ്റുന്നവരാണ്. കളങ്കാവിൽ സിനിമയിൽ പറയുന്ന പോലെ കുറ്റവാളിക്ക് പിടിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും കുറ്റം ചെയ്യാനുള്ള പ്രേരണയാകും. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ചൂഷണം ചെയ്യാൻ അതൊരു പ്രേരണയാണ്, വീണ്ടും വീണ്ടും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. ഇതോടൊപ്പം ഇൻഷുറൻസ് അഡിക്ഷൻ എന്ന് പറയുന്ന വലിയൊരു വിപത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പറയാൻ ഞാനൊരു ആരോഗ്യപ്രദ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, യൂറോപ്പിൽ ജോലി ചെയ്യുന്നത്. അതോടൊപ്പം പറയാനുള്ളത്, ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം നമുക്കുണ്ട്. പക്ഷേ മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സംവിധാനത്തിൽ കുഴപ്പമുണ്ട്, സിസ്റ്റത്തിൽ തകരാറുണ്ട്. ആ തകരാറ് നമ്മൾ പരിഹരിക്കണം, ഇല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ ചേർത്ത് പറയട്ടെ, നമുക്ക് ഈ ആരോഗ്യ മേഖല, സർക്കാർ ആരോഗ്യ മേഖല സംരക്ഷിക്കണം. സൗജന്യ ചികിത്സ എല്ലാവർക്കും. ഈ പൈസ എന്ത് ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഈ കണ്ണീര്, ഈ പാവപ്പെട്ടവന് അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ണീര് നമ്മുടെ ആത്മാഭിമാനം വിറ്റുകൊണ്ട് ഓരോരുത്തർ വീഡിയോ എടുത്തുകൊണ്ടൊക്കെ പ്രൊഫഷണൽ തെണ്ടലല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത് അവസ്ഥയാണ് നമ്മുടേത്. തെണ്ടേണ്ട അവസ്ഥയാണ് പൈസക്ക് വേണ്ടി, ചികിത്സക്ക്. അപ്പൊ ആ അവസ്ഥ മാറണം. ഏത് പാവപ്പെട്ടവനും ചികിത്സ കിട്ടുന്ന, സൗജന്യമായി ചികിത്സ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തണം. അതോടൊപ്പം തന്നെ ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ. ഞാൻ എന്റെ സുഹൃത്തിന്റെ അനുഭവ കുറിപ്പ് ഇതിനോടൊപ്പം ചേർക്കുകയാണ്. ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2025 ലാസ്റ്റ് ഞാൻ രണ്ടാമത്തെ കുട്ടീന്റെ ഡെലിവറിക്ക് രാജഗിരി ഹോസ്പിറ്റലിൽ പോയിരുന്നു. ചൂഷണം നടക്കുന്നുണ്ട്. ഇൻഷുറൻസിന്റെ പേരിലൊരു ചൂഷണം. ഇൻഷുറൻസിന്റെ പുറത്ത് അവിടെ പൈസ കെട്ടണം. ഞാൻ അന്ന് കുറെ ഇഷ്യൂ ഒക്കെ നോക്കി. ഇവർ ഈ ചെയ്യുന്ന കാര്യത്തിനൊന്നും റെസിപ്റ്റ് ഇല്ലേ, എല്ലാ സാധനവും അവിടെ പൈസ കെട്ടിയിട്ടാണ് ഫസ്റ്റ് ഞാൻ ഇതാകാൻ സമ്മതിച്ചത് ഹോസ്പിറ്റലിൽ. പിന്നെ കുട്ടിക്കുള്ള മരുന്നിന് സെപ്പറേറ്റ് പൈസ കൊടുക്കും. ലീഗലായിട്ടല്ല നടക്കുന്നില്ല കാര്യം നമുക്കറിയാം. പക്ഷെ ഒരു കസ്റ്റമർ മാത്രമല്ലോ, നമ്മൾ പറ്റിക്കാന്നുള്ള കാഴ്ചപ്പാടിലാണ് അവർ ചെയ്യുന്നത്. ചൂഷണം ചെയ്യാണ്. അത് പാടില്ല. ഇപ്പൊ എന്താ മനുഷ്യത്തിന്റെ വില ഇല്ലാത്ത മാതിരിയാണ്. ഒരു നോർമൽ ഡെലിവറി ആകേണ്ട കേസൊക്കെ മറ്റേ ഇൻഷുറൻസിന് ക്ലെയിം ആകിയിട്ട് ഇവരെന്ത് ചെയ്യുന്നത്, ഇത് വെക്കാണ്. അതും ഒരു ഫസ്റ്റ് ഡെലിവറി ചെയ്യണ പെണ്ണിനൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കും. അതാ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയത്. എന്റെ വൈഫിനെ ചെയ്തില്ല. 3 മണിക്കൂർ നിർത്തിയിട്ടാണ് പ്രസവിച്ചത്. അയക്കൂലെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകും. എന്ത് സപ്പോർട്ട് നമുക്കുണ്ടാവും. ഞാൻ ആദ്യമായി തന്നെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കണം കരുതിയതാണ്. ഇപ്പോ സർക്കാർ ആശുപത്രിയിൽ ഇൻഷുറൻസ് കാർഡ് എന്ന് മുതലാണ് ഇതൊക്കെ തുടങ്ങിയത്. അതായത് നമ്മൾ ചൂഷണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. പലതരത്തിൽ എല്ലാത്തിനും ചാർജ് വർദ്ധിപ്പിച്ചില്ലേ? അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞാൽ തീരില്ല, ഒരുപാട് സമയം വേണം. അതോടൊപ്പം തന്നെ പറയട്ടെ, ഇതിന്റെ വലിയൊരു ഭവിഷ്യത്ത് വേറെ, നമ്മൾ അനാവശ്യമായി മരുന്ന് കഴിക്കേണ്ടി വരുന്നു, അനാവശ്യമായി ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുന്നു. അതിന്റെയൊക്കെ പ്രത്യാഘാതം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങണം, ചർച്ച ചെയ്യണം ഇൻഷുറൻസ് അഡിക്ഷൻ.